അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ മിഷ്കാത്ത് ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫ്, അതിൻ്റെ ആദ്യത്തെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകൾ തജ്വീദ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തു ഖാഫിൻ്റെ 15 മുതൽ 27 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ് നിയമങ്ങളാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 15-ാമത്തെ ആയത്ത്. അഫഅയനാ ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അഫഅയന, ഐന് പ്രത്യേകം ശ്രദ്ധിച്ച് ഓതേണ്ടതാണ്. അതിനുശേഷം 2 യാ വരുന്നുണ്ട്. ബിൽ ഖൽഖിൽ അവ്വൽ, അവിടെ ഖാഫ് പറയുമ്പോൾ ഒന്ന് വ്യക്തമാക്കി തന്നെ പറയുക. ബൽഹും ഫീ ലബ്സിൻ മിൻ, ലബ്സിൻ മിൻ, സീനിന്റെ തൻവീനിന് ശേഷം മീമ് വരുമ്പോൾ അവിടെ നമ്മൾ മണിച്ചുകൊണ്ടാണത് ചേർക്കേണ്ടത്. ഇദ്ഗാമു ബി ഗുന്ന എന്നാണ് അതിന്റെ പേര്. ലബ്സിൻ മിൻ, ലബ്സിൻ മിൻ എന്ന് പറയുന്നത് ലബ്സിൻ മിൻ. പിന്നെ ലബ്സിൻ മിൻ ഖൽഖിൻ, മിൻ ഖൽഖിൻ, അവിടെ മിൻ എന്നതിന്റെ നൂന് സുക്കൂനാണ്. അതിനുശേഷം ഇൽഹാറിന്റെ അക്ഷരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ നൂനിനെ നമ്മൾ വ്യക്തമാക്കി പറയണം. മിൻ ഖൽഖിൻ, മിൻ ഖൽഖിൻ. അടുത്തത് ഖൽഖിൻ ജദീദ്, അവിടെ ഖാഫിന്റെ തൻവീനിന് ശേഷം വന്നത് ജീമാണ്. ജീമ് ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഖാഫിന്റെ തൻവീനിനെ നമ്മൾ അവ്യക്തമാക്കണം. ഖൽഖിൻ ജദീദ് എന്ന് ഓതരുത്. ഖൽഖിൻ ജദീദ്, ജദീദ്. ആ ലാസ്റ്റത്തെ അക്ഷരം ഏതാണ്? കൽക്കലയാണ്. അത് മുഴക്കി നമ്മൾ നിർത്തണം. ജദീദ് എന്ന് പറയാതെ ജദീദ്. അപ്പോൾ ഈ ഒരു ആയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൽഹും ഫീ ലബ്സിൻ മിൻ, അവിടെ മീമ് ശബ്ദം കൊടുക്കുക. മിൻ ഖൽഖിൻ, അവിടെ നൂനിനെ വ്യക്തമാക്കി പറയുക. ഖൽഖിൻ ജദീദ്, അവിടെ ഖാഫിന്റെ തൻവീനെ അവ്യക്തമാക്കുക. അടുത്ത ആയത്ത്. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ്, അവിടെ ദാലിന് സുക്കൂൻ വരുമ്പോൾ നമ്മൾ കൽക്കല മുഴക്കി പറയുക. ഖലഖ്നൽ, ഖലഖ്നൽ, അവിടെ ഖാഫിനും സുക്കൂൻ വന്നു, അതും കൽക്കലയാണ്. അതും മുഴക്കി പറയുക. ഖലഖ്നൽ എന്ന് പറയാതെ ഖലഖ്നൽ. വലഖദ് ഖലഖ്ന. ഓക്കെ. ഖലഖ്നൽ ഇൻസാൻ, ഇൻസാൻ, അവിടെ ഇൻസാൻ എന്ന് പറയരുത്. സുക്കൂനുള്ള നൂനിന് ശേഷം സീന് വന്നു, അത് അവ്യക്തമാക്കണം. സുക്കൂനുള്ള നൂനിനെ ഇൻ എന്നുള്ള ഒരു ഉച്ചാരണം വരാൻ പാടില്ല. ഇൻസാൻ. പിന്നീട് വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവിടെ നിർത്താവുന്നതാണ്, അനുവദനീയമാണ്. നഫ്സുഹു, നഫ്സുഹു എന്നല്ല നിർത്തേണ്ടത്, നഫ്സുഹു. അതിനുശേഷം വനഹ്നു അഖറബു, അവിടെ അഖറബു, ഖാഫിന് സുക്കൂൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എന്ത് ചെയ്യണം? അത് ഒന്ന് മുഴക്കി പറയണം. കൽക്കലയാണ്. അഖറബു ഇലൈഹി മിൻ ഹബിലിൽ, സുക്കൂനുള്ള നൂന് വന്നു മിൻ, പിന്നെ ശേഷം വന്നത് ഹാ, ഹാ ഹുറൂഫുൽ ഹൽക്കാണ്. ഹാ വരുമ്പോൾ എന്ത് ചെയ്യണം? സുക്കൂനുള്ള നൂനെ വ്യക്തമാക്കണം. മിൻ ഹബിലിൽ വരീദ്, അവിടെയും അവസാനം വന്ന അക്ഷരം ദാല്, അതെന്ത് ചെയ്യണം? ഒന്ന് മുഴക്കി പറയണം. വരീദ് എന്ന് തന്നെ പറയണം. അടുത്ത ആയത്ത്. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്.
ഇദ് യതലഖൽ. അവിടെ ഇത് എന്ന് പറയുന്നത് ഇദ് യതലഖൽ. അവിടെ ഖാഫ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. മുതലഖിയാനി, വീണ്ടും ഖാഫ് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. അവിടെയും അവസാനിക്കുന്ന അക്ഷരം ദാലാണ്. ഒന്ന് മുഴക്കി പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവിടെ മാ യൽഫിളു മിൻ ഖൗലി, മിൻ ഖൗൽ. അവിടെ മിൻ സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വന്നു. ഖാഫ് വരുമ്പോൾ അത് അവ്യക്തമാക്കുകയാണ് ചെയ്യേണ്ടത്. മിൻ ഖൗൽ, മിൻ ഖൗലിൻ ഇല്ല. ഖൗലിൻ, അവിടെ ലാമിന് തൻവീന് വന്നു, അതിന് ശേഷം ഹംസയാണ്. ഖൗലിൻ ഇല്ല. എന്തുകൊണ്ടാണ്? അവിടെ അത് ഹംസ ഹൽക്കിന്റെ അക്ഷരമാണ്, അപ്പോൾ അത് വ്യക്തമാക്കണം. ഖൗലിൻ ഇല്ല. ലദൈഹി റഖീബുൻ അതീദ്. അവിടെ കണ്ടോ, റഖീബുൻ ബാഇന്റെ തൻവീനിന് ശേഷം ഐന് വന്നു, അവിടെയും വ്യക്തമാക്കി തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഖൗലിൻ ഇല്ല ലദൈഹി റഖീബുൻ അതീദ്. അവിടെയും അതീദ് അവസാനം വരുന്ന അക്ഷരം ദാലാണ്, അവിടെയും കൽക്കലയാണ്. അടുത്ത ആയത്ത് وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. وجاءت, അവിടെ ജീമിന് ശേഷം വന്നിട്ടുള്ള മദ് മുത്തസ്സിലാണ്. ഒരൊറ്റ വാക്കിൽ വരുന്നതിനാണ് മുത്തസ്സിൽ എന്ന് പറയാ. അത് 4 മുതൽ 5 സെക്കൻഡ് വരെ നമ്മളത് നീട്ടി പറയേണ്ടതുണ്ട്. സക്രത്തുൽ മൗതി ബിൽ ഹഖ്. അവിടെ ഖാഫ് കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മുഴക്കി തന്നെ നിർത്തുക. ഹഖ് എന്ന് നിർത്താതെ ഹഖ്. പിന്നെയോ ദാലിക മാ കുന്ത. കുന്ത സുക്കൂനുള്ള നൂനിന് ശേഷം താ വരുമ്പോൾ അവിടെ അവ്യക്തമാക്കണം. കുന്ത എന്ന് പറയുന്നത് കുന്ത. മിൻഹു, മിൻഹു, മിൻഹു എന്ന് പറയുമ്പോഴോ മിൻഹു സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വരുമ്പോൾ വ്യക്തമാകണം. മിൻഹു തഹീദ്. അവിടെയും അവസാനത്തെ അക്ഷരം ദാല് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് മുഴക്കി. അടുത്ത ആയത്ത് വനുഫിഖ ഫിസ്സൂരി വദാലിക. വനുഫിഖ ഫിസ്സൂർ ذلك يوم الوعيد. അവിടെ വനുഫിഖ ഫിസ്സൂർ, അവിടെ നിർത്താനുള്ള ഒരു ജീം നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നിർത്താൻ അനുവദനീയമാണ്. ذلك يوم الوعيد. അവിടെയും അവസാനത്തെ അക്ഷരം നമ്മൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത ആയത്ത് وجاءت كل نفس معها سائق وشهيد. വജാഅത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീമിന് ശേഷം വന്നിട്ടുള്ള മദ് ഒറ്റ പദത്തിൽ വരുന്നതിനെ നമ്മൾ മുത്തസ്സിൽ എന്ന് പറയും. 4 മുതൽ 5 സെക്കൻഡ് വരെ നീട്ടണം. കുല്ലു നഫ്സിൻ മഅഹ. നഫ്സിൻ മഅഹ. സീനിന്റെ തൻവീനിന് ശേഷം മീം വരുമ്പോൾ അവിടെ നമ്മൾ അത് എന്ത് ചെയ്യണം? മണിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ചേർത്ത് പാരായണം ചെയ്യണം. അത് ബി ഒന്നയാണ്. അവിടെ സീനിന്റെ തൻവീനിന് ശേഷം മീം വരുമ്പോൾ നഫ്സിൻ മഅഹ അങ്ങനെ തന്നെ ഓതാം. സായിഖ്, അവിടെയും സായിഖ് സീനിന് ശേഷം വന്നിട്ടുള്ള മദ് മുത്തസ്സിലാണ്. 4 മുതൽ 5 സെക്കൻഡ് നീട്ടി പാരായണം ചെയ്യുക. സായിഖുൻ വശഹീദ്. ഖാഫിന്റെ തൻവീനിന് ശേഷം വാവാണ്, അതും ഇദ്ഗാമു ബി ഒന്നയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒന്ന് മണിക്കണം. സായിഖുൻ വ, സായിഖുൻ വ, അവിടെ ഒന്ന് മണിക്കണം. വശഹീദ്, അവിടെയും ദാല കൊണ്ട് അവസാനിക്കുമ്പോൾ കൽക്കലയുടെ നിയമം. അടുത്ത ആയത്ത് لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. لقد, അവിടെ ദാല് കൊണ്ട്, ദാലിന് സുക്കൂനുള്ളത് കൊണ്ട് അവിടെ നമ്മൾ കൽക്കല എന്ന് മുഴക്കി പറയുക. കൂത്ത, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നൂനിന്റെ സുക്കൂനിന് ശേഷം താ വരുമ്പോൾ നൂനിനെ നമ്മൾ അവ്യക്തമാക്കണം. കൂത്ത ഫി ഗഫ്ലത്തിൻ മിൻ. ഗഫ്ലത്തിൻ മിൻ. താഇന്റെ തൻവീനിന് ശേഷം മീം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മീമിനെ നമ്മളൊന്ന് മണിച്ചാൽ മതി. തൻവീനിലേക്ക്
അത് മണിച്ചുകൊണ്ട് അതിന് ചേർത്ത് കൊടുക്കുക. ഖഫ്ലത്തിൻ മിൻ. പിന്നെയോ മിൻ ഹാദ. മിൻ ഹാദ എന്നുള്ളതിൽ മിൻ അവിടെ സുക്കൂണിന്റെ നൂനിന് ശേഷം ഹാ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അതൊന്ന് വ്യക്തമാക്കണം. മിൻ ഹാദ. ഫകശഫ്ന അൻക. അൻക അവിടെ സുക്കൂണിന്റെ നൂനിന് ശേഷം കാഫ് വന്നു, അവിടെയും അവ്യക്തമാക്കുക. ഗിതാഅക അവിടെ ഗിതാഅക എന്നുള്ള വാക്കിൽ ത്വാഇന് ശേഷം വന്നിട്ടുള്ള മദ്ദും മുത്തസ്സിലാണ്. 4 മുതൽ 5 സെക്കൻഡ് നീട്ടി പാരായണം ചെയ്യുക. ഫബസറുകൽ യൗമ ഹദീദ് അവിടെയും അവസാനത്തെ അക്ഷരം ജീം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് നമ്മൾ മുഴക്കി പാരായണം ചെയ്യുക. അടുത്തായിട്ട് നോക്കാം. وقال قرينه هذا ما لدي عتيد അവിടെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ള നിയമങ്ങളൊന്നുമില്ല. അവസാനത്തെ അക്ഷരം ദാല് കൊണ്ടായതുകൊണ്ട് അതൊന്ന് മുഴക്കി പറയുക, അത് തന്നെയാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. അടുത്തായത് അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് അവിടെ ജഹന്നം നൂനിന് ശബ്ദം വരുമ്പോൾ നന്നായിട്ട് മണിക്കുക. കുല്ല കഫാരിൻ അനീദ്. കഫാരിൻ ആ റായിന് നമ്മൾ എന്ത് ചെയ്യും, റായിന് കസർ വരുമ്പോൾ കഫാറിൻ എന്ന് പറയാതെ കഫാരിൻ. അതിന് നമ്മൾ സ്വരഭാരം ഇല്ലാതെ പറയണം, ലൈറ്റായിട്ട് പറയണം. കഫാരിൻ അവിടെ റായിന് തൻവീനാണ്, തൻവീനുള്ള റായിന് ശേഷം ഐന് വന്നു. കഫാരിൻ അനീദ്. അപ്പോൾ ഐന് വരുമ്പോൾ എന്ത് ചെയ്യണം, ആ റായിന്റെ തൻവീനാണ് നമ്മൾ വ്യക്തമാക്കണം, കാരണം ഐനായതുകൊണ്ട്. കഫാരിൻ അനീദ്. ദാല് കൊണ്ട് അവസാനിക്കുമ്പോൾ മുഴക്കി പറയുക. അടുത്തായത് മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് അവിടെ 2 മീമിനും നൂനിനും ശബ്ദമാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് ഓതുമ്പോൾ അനീദിൻ മന്നാ അതിനു വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ അക്ഷരം മീമിന് ശബ്ദമുള്ളത്. അത് നമ്മൾ അല്ലാതെ ഓതുമ്പോൾ ശബ്ദം എടുക്കേണ്ടതില്ല. രണ്ടാമത്തെ നൂനിന് ശബ്ദം വരുമ്പോൾ എന്ത് ചെയ്യണം, പ്രത്യേകം നന്നായിട്ട് ഒന്ന് മണിക്കണം. മന്നാഇൻ അങ്ങനെ ഓതുക. മന്നാഇല്ലിൽ അവിടെ ഐനിന്റെ തൻവീനിന് ശേഷം ലാമ വരും. ലാമ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മണിക്കാൻ പറ്റൂല. അത് ബിലാ ഗുന്നയാണ്, മണിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ ചേർത്ത് പോകേണ്ടത്. മന്നാഇല്ലിൽ. മന്നാഇല്ലിൽ അവിടെ എന്ത് ചെയ്യില്ല, മണിക്കില്ല. ഖൈരി മുഅ്തദിൻ മുരീബ്. മുഅ്തദിൻ പ്ലസ് മുരീബ് അവിടെ ദിൻ ദാലിന് തൻവീന് അതിനുശേഷം മീമ് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം, അതിന് നമ്മളൊന്ന് മണിച്ച് തന്നെ ഓതുക. അടുത്തായത് الذي جعل مع الله إلها آخر فألقياه في العذاب الشديد അവിടെ ഇലാഹൻ ആഖറ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ഹാഇന്റെ തൻവീനിന് ശേഷം ഹംസയാണ് ആഖറ. ഹംസ വരുമ്പോൾ എന്ത് ചെയ്യണം, ആ ഹാഇന്റെ തൻവീനെ വ്യക്തമാക്കണം. ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ് അവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. അവസാനത്തെ അക്ഷരം ദാലായതുകൊണ്ടൊന്ന് കൽക്കലയുടെ നിയമം ശ്രദ്ധിച്ചാൽ മതി. അടുത്തായത് قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد قال قرينه ربنا ما أطغيته മാ എന്ന അക്ഷരത്തിന് ശേഷം മീമിന് ശേഷം വന്നിട്ടുള്ള മദ് മുൻഫസിലാണ്. 2 പദങ്ങളിലായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് 2-3 മിനിറ്റ് 2-3 സെക്കൻഡ് അത് നീട്ടി പാരായണം ചെയ്താൽ മതിയാകും. നേരത്തെ പറഞ്ഞ മുത്തസ്സിൽ പോലെ നീട്ടേണ്ടതില്ല. അത്തുഗൈതുഹു അത്തുഗൈതുഹു അവിടെ ത്വാ വരുമ്പോൾ ത്വാഇന്റെ ഒരു ഉച്ചാരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം പറയാൻ, അല്ലെങ്കിൽ ഒരുപോലെ അത്തുഗൈതുഹു എന്ന് ഓതുന്നത് തെറ്റാണ്. അത്തുഗൈതുഹു അവിടെ ആദ്യം ത്വാ രണ്ടാമത് താ, അത് പ്രത്യേകം നമ്മൾ ഓതുമ്പോൾ അത് വ്യക്തമായി തന്നെ ഓതാൻ ശ്രദ്ധിക്കുക. വലാകിൻ കാന കിൻ അവിടെ സുക്കൂനിന്റെ നൂനിന് ശേഷം കാഫ് വരുമ്പോൾ എന്ത് ചെയ്യണം, അത് അവ്യക്തമാക്കണം. സുക്കൂനിന്റെ നൂനെ അവ്യക്തമാക്കണം. വലാകിൻ കാന അങ്ങനെയാണ് ഓതേണ്ടത്. കാന ഫീ ളലാലിൻ ബഈദ്. ലാം ളലാലിൻ ലാമിന്റെ തൻവീനിന് ശേഷം ബാ വരുമ്പോൾ എന്ത് ചെയ്യണം, ബാ ഇഖ്ലാബിന്റെ അക്ഷരമായതുകൊണ്ട് ആ ലാമിന്റെ തൻവീനിനെ
മീമാക്കി മാറ്റി നമ്മൾ ബായിലേക്ക് ചേർക്കണം. അപ്പൊ എങ്ങനെയാവും? വലാലിൻ ബഈദ് എന്നല്ല, വലാലിൻ ബഈദ്. ലാസ്റ്റ് അക്ഷരം ദാലാണ്, കൽക്കലയുടെ അക്ഷരം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.